नमस्कार। 10वीं कक्षा के सभी छात्रों को സ്വാഗത്. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ടൂട്ടാ പഹിയ എന്ന കവിത പഠിക്കാം. യഹാം കവി കോൻ ഹേ? ധരംവീർ ഭാരതി. ടൂട്ടാ പഹിയ ധരംവീർ ഭാരതിയുടെ സാത്ഗീത് വർഷ് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്ത കവിതയാണ്. ഇതൊരു പ്രതീകാത്മക രചനയാണ്. ഈ പ്രതീകത്തെ കവി മഹാഭാരത കഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇവിടെ ടൂട്ടാ പഹിയ ഒരു പ്രതീകമാണ്. ടൂട്ടാ പഹിയ എന്തിൻ്റെ പ്രതീകമാണ്? ലഘു ഔർ ഉപേക്ഷിത് മാനവ് കാ പ്രതീക് ഹെ. അതായത് ടൂട്ടാ പഹിയ ചെറുതും അവഗണിക്കപ്പെട്ടതുമായ മനുഷ്യരുടെ പ്രതീകമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു യഹിയൊക്കെ പ്രതീകാത്മക കവിത ഹെ. ഇൻ പ്രതീകോं को കവി മഹാഭാരത് കഥാനക് സെ ലിയാ ഹെ. तो കവിതയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൽ പറയുന്ന പൗരാണിക സന്ദർഭം എന്താണെന്ന് നമുക്ക് നോക്കാം. കൂട്ടുകാരെ, മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഇവിടെ നമ്മുടെ താരം അഭിമന്യുവാണ്. അർജുനൻ്റെയും സുഭദ്രയുടെയും പുത്രനായിരുന്നു അഭിമന്യു. മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു ചക്രവ്യൂഹത്തിൽ കുടുങ്ങിയ കഥ വളരെ പ്രശസ്തമാണ്. യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു ദിവസം കൗരവരുടെ സേനാപതി ദ്രോണാചാര്യർ ചക്രവ്യൂഹം രചിക്കുന്നു. എന്താണ് ചക്രവ്യൂഹം? യുദ്ധക്കളത്തിൽ യോദ്ധാക്കളെ അണിനിരക്കുന്ന ഒരു പ്രത്യേക സമ്പ്രദായമാണ്. ഈ ചക്രവ്യൂഹത്തെ തകർക്കാനുള്ള വിദ്യ പാണ്ഡവപക്ഷത്തിൽ ശ്രീകൃഷ്ണനെ കൂടാതെ അർജുനന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അവർക്ക് അതിലേക്ക് പ്രവേശിക്കാനും അതിനെ നശിപ്പിക്കാനും അതിൽ നിന്ന് പുറത്തു കടക്കാനുമുള്ള വിദ്യ അറിയാമായിരുന്നു. പക്ഷേ നമ്മുടെ അഭിമന്യുവിന് ഇതിലേക്ക് പ്രവേശിക്കാനുള്ള വിദ്യ മാത്രമേ വശമുണ്ടായിരുന്നുള്ളൂ. അതുതന്നെ അവർ ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അച്ഛൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടതാണെന്നാണ് കഥ. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് വ്യൂഹത്തെ തകർക്കൽ അനിവാര്യമാണ്. അർജുൻ യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്താണ്. അന്നേരം അഭിമന്യുവിന് ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നു. അഭിമന്യു ശത്രുക്കളോട് പോരാടി അവസാനം നിരായുധനാവുന്നു. നിരായുധനായ അഭിമന്യു രഥത്തിൻ്റെ പൊട്ടിയ ചക്രമെടുത്ത് ശത്രുക്കളോട് ഏറ്റുമുട്ടുന്നു. ഈ സമയത്ത് നിരായുധനായ അഭിമന്യുവിന് ആശ്രയമായത് ടൂട്ടാ പഹിയയാണ്. ഇവിടെ കവി ധരംവീർ ഭാരതി ഈ ഘടന എടുത്താണ് ടൂട്ടാ പഹിയ എന്ന കവിത രചിച്ചിട്ടുള്ളത്. प्यारे बच्चों, मेरा विश्वास है कि आप लोग अच्छी तरह से समझे होंगे. ഈ ഘടനയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഇവിടെ അഭിമന്യു നിരായുധനായ സമയത്ത് അഭിമന്യുവിന് ആശ്രയമായത് എന്താണ്? രഥ്ക ടൂട്ടാ ഹുവ പഹിയ, രഥത്തിൻ്റെ പൊട്ടിയ ചക്രമായിരുന്നു. ഈ പൊട്ടിയ ചക്രം നമ്മളൊരു വിലയും കൽപ്പിക്കാതെ വലിച്ചെറിയുന്ന സംഭവമാണ് അല്ലേ? അപ്പോൾ നമ്മൾ നിസാർ സമജ്കർ യാ ബേക്കാർ സമജ്കർ ഫേങ്കനെ വാലെ വസ്തു ഹെ. यह अभिमन्यु को सहारा बना. देखो, यहाँ में एक चित्र है. इस चित्र में क्या है और कौन है? सोच लो. इसे तुम्हें क्या समझते हैं? ഇവിടെ ആരോ വലിച്ചെറിഞ്ഞ ഒരു പൊട്ടിയ ചെരുപ്പുണ്ട് അല്ലേ? പിന്നെയോ ആ പൊട്ടിയ ചെരുപ്പിൽ കയറി സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുന്ന ഒരു കോഴിക്കുഞ്ഞുണ്ട്. ഈ പൊട്ടിയ ചെരുപ്പിന് നമ്മളൊരു വിലയും കൽപ്പിക്കുന്നില്ല, ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന സംഭവമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സന്ദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് കവിതയിൽ നിന്ന് മനസ്സിലാക്കാം. റെഡിയല്ലേ? ടൂട്ടാ പഹിയ. കവി കോൻ ഹേ? ധരംവീർ ഭാരതി. നമ്മൾ നേരത്തെ പറഞ്ഞു യഹിയൊക്കെ പ്രതീകാത്മക രചന ഹേ. ഇൻ പ്രതീകോं को कवि ने महाभारत कथानक से लिया है. यहाँ टूटा पहिया एक प्रतीक है. टूटा पहिया लघु और उपेक्षित मानव का प्रतीक है. यहाँ कवि इस कविता से हमें ऐसी चीज़ों के या लघु मानव के क्षमताओं को मूल्यांकन करता है, उसकी संभावनाओं को पहचानता है. देखो, मैं रज का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अशोहिनी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. ഇവിടെ ടൂട്ടാ പഹിയാണ് സംസാരിക്കുന്നത്. മേം കോൻ ഹേ? ടൂട്ടാ പഹിയ.
ടൂട്ടാ പഹിയ പറയാണ്, മേ രഥ് കാ ടൂട്ടാ ഹുവാ പഹിയ ഹും, ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ലക്കിൻ മുझे फेंको मत, പക്ഷേ എന്നെ വലിച്ചെറിയരുത്. ക്യാ ജാനേ, എങ്ങനെ അറിയാനാണ്. കബ് ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, എപ്പോഴാണ് ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ അശൗഹിനി സേനാവുക്കോ ചുനൗത്തി ദേത്താ ഹുവ, അശൗഹിനി സൈന്യത്തിന് വെല്ലുവിളിയായിക്കൊണ്ട് കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഖിർജായ്, ഏതെങ്കിലും ദുസ്സാഹസിയായിട്ടുള്ള അഭിമന്യുവെന്ന് വീഴില്ല എന്ന് ആർക്കറിയാം, എങ്ങനെ അറിയാം. ഇവിടെ ടൂട്ടാ ബഹിയ പറയാണ്, എന്നെ പൊട്ടിയതാണെന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വലിച്ചെറിയേണ്ട. എങ്ങനെ അറിയാനാ, ഇതുപോലെയുള്ള ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ അശൗഹിനി സൈന്യത്തിന് വെല്ലുവിളിയായിക്കൊണ്ട് ഏതെങ്കിലും അഭിമന്യു വന്ന് വീഴില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഒരു ഘടന കണ്ടു, അഭിമന്യുവിന് ടൂട്ടാ ബഹിയ ആശ്രയമായത്. അതുപോലെ ഇനിയും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന്. അഥ ഹം കിസി കോ ബേക്കാർ സമജ് കർ ഫേങ്കന നഹീ ചാഹിയെ, क्योंकि अवसर आने पर वे हमें आश्रय बनेंगे. किस प्रकार अभिमन्यु को रथ का टूटा हुआ पहिया आश्रय बना, उसी प्रकार वे भी हमें आश्रय बनेंगे. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അടുത്തതിലേക്ക് പോവാം. എന്താ, റെഡിയല്ലേ? നോക്കൂ. अपने पशु को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहती आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहे. ഇവിടെ തൻ്റെ പക്ഷത്താണ് അസത്യമെന്ന് അറിഞ്ഞിരുന്നിട്ടും വലിയ വലിയ മഹാരഥന്മാർ ഒറ്റയ്ക്ക് നിരായുധനായിട്ടുള്ള ശബ്ദത്തെ തൻ്റെ ബ്രഹ്മാസ്ത്രങ്ങളെ കൊണ്ട് ചവിട്ടിമെതിക്കാൻ ആഗ്രഹിച്ചു. ഇവിടെ അപ്പിനെ പശ്, തൻ്റെ പക്ഷം എന്ന് പറഞ്ഞാൽ ആരുടെ പക്ഷമാണ്? ശത്രു സൈന്യമാണ് അല്ലേ, കൗരവ പക്ഷം. അതുപോലെ അക്കേലി നിഹത്തി ആവാസ്, ഒറ്റയ്ക്ക് നിരായുധനായിട്ടുള്ള ശബ്ദം, അതാരുടെ ശബ്ദമാണ്? ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അഭിമന്യുവാണ്. അഭിമന്യുവാണ് ഒറ്റയ്ക്ക് നിരായുധനായിട്ട് പോരാടുന്നത്. നിഹത്തി എന്ന് പറഞ്ഞാൽ നിരായുധ. अतः कौरव पक्ष के सेनाओं को जानते हैं कि अपना पक्ष असत्य है, न्याय अभिमन्यु के पक्ष में है, फिर भी वे उसे कुचल देने के लिए, मार डालने के लिए तैयार हो गए. ഒന്നുകൂടെ പറയാം, നന്നായിട്ട് മനസ്സിലാക്കുക. അതായത് കൗരവപക്ഷത്തുള്ള സൈന്യങ്ങൾക്കറിയാം ഞങ്ങളുടെ ഭാഗത്താണ് അസത്യമെന്ന്, ന്യായം അഭിമന്യുവിൻ്റെ പക്ഷത്താണെന്ന്. എന്നിട്ടും അവർ അഭിമന്യുവിനെ ചവിട്ടിമെതിക്കാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ വധിക്കാൻ വേണ്ടി അവർ തയ്യാറായി. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. അപ്പോൾ ഞാൻ ആരാണ്? രഥത്തിൻ്റെ പൊട്ടിയ ചക്രം. ഉസ്കെ ഹാത്തോ മേ, അവൻ്റെ കൈകളിൽ ബ്രഹ്മാസ്ത്രങ്ങളെ കൊണ്ട് ഏറ്റുമുട്ടാൻ കഴിയും. ഉസ്കെ ഹാത്തോ മേ മീൻസ് കിസ്കെ ഹാത്തോ മേ? അഭിമന്യുക്കെ ഹാത്തോ മേ. നിരായുധനായ അഭിമന്യുവിനോട് ശത്രു സൈന്യം പോരാടിയപ്പോൾ അഭിമന്യുവിന് ആശ്രയമായത് എന്താണ്? ടൂട്ടാ പഹിയാണ്. അതാണ് ഇവിടെ പറയുന്നത്, അവൻ്റെ കൈകളിൽ ബ്രഹ്മാസ്ത്രങ്ങളെ കൊണ്ട് ഏറ്റുമുട്ടാൻ എനിക്ക് കഴിയുമെന്ന്. യഹാ ലോഹാ ലേന കാ മത്ലബ് ക്യാ ഹെ? ലോഹാ ലേന സാംന കർണ. ഓർത്തു വയ്ക്കുക, എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ആകെ ദേഖേ, मैं रथ का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. വീണ്ടും ടൂട്ടാ ബഹിയ പറയുന്നു, ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്, പക്ഷേ എന്നെ വലിച്ചെറിയരുത്. ചരിത്രങ്ങളുടെ സാമൂഹിക ഗതി പെട്ടെന്ന് കള്ളമായി ഭവിക്കുമ്പോൾ എങ്ങനെ അറിയാം സത്യം പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിക്കില്ലെന്ന്. महाभारत के इस प्रसंग के आधार पर कवि कहते हैं कि उस प्रकार की अधार्मिक घटना आज भी संभव है. संसार एक दुरूह चक्रव्यूह है. इतिहास की गति सहसा छूटी पड़ जाती है तो सच्चाई को टूटे पहिए का सहारा लेना पड़ेगा. इसलिए टूटे पहिए की उपेक्षा नहीं करनी चाहिए. മഹാഭാരത യുദ്ധത്തിലെ ഈ ഘടന ബേസ് ചെയ്തിട്ട് കവി ധരംവീർ ഭാരതി പറയാണ്, ഇങ്ങനെയുള്ള അധാർമികമായിട്ടുള്ള സംഭവം ഇന്നും നടക്കാവുന്നതാണ്. സമൂഹം അസത്യത്തിൻ്റെ വഴിയിൽ ചലിക്കുമ്പോൾ സത്യത്തിൻ്റെ വഴിയിൽ പൊരുതുന്നവരോട് കൂടെ നമ്മൾ നിസ്സാരമാക്കിയ, ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരാവും ഈ സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ ഉണ്ടാവുക. അതുകൊണ്ട് ടൂട്ടാ പഹിയ ജൈസ ലഘു മാനവ് കി ഉപേക്ഷ നഹീ കർണി ചാഹിയെ. കൂട്ടുകാരെ, നമ്മൾ ഒന്നിനെയും ആരെയും നിസ്സാരമാക്കേണ്ട, തള്ളിക്കളയേണ്ട.
ആര് ആർക്ക് എപ്പോൾ സഹായമാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. तो इतना ही धर्मवीर भारती जी लिखी गई കവിത ടൂട്ടാ പഹിയ. കൂട്ടുകാരെ, ഈ വർക്കൊന്ന് ചെയ്ത് നോക്കൂ. ഇവിടെ 2 കോളം ഉണ്ട്. പ്രതീക് ദെൻ കിസ്ക പ്രതിനിധിത്വ കർത്താ ഹെ. നമ്മൾ നേരത്തെ പറഞ്ഞു ടൂട്ടാ പഹിയ പ്രതീകാത്മക കവിതയാണെന്ന്. ടൂട്ടാ പഹിയ ഒരു പ്രതീകമാണ് എന്നൊക്കെ പറഞ്ഞു. ടൂട്ടാ പഹിയ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നും പറഞ്ഞു. അതുപോലെ ഈ കവിതയിൽ കുറേ പ്രതീകങ്ങളുണ്ട്. അഭിമന്യു, അശോഹിനി സേന. അപ്പോൾ ഈ ഓരോ പ്രതീകങ്ങളെയും എടുത്തെഴുതുക. ഓരോ പ്രതീകവും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കൂടെ നെക്സ്റ്റ് കോളത്തിൽ എഴുതാം. प्यारे दोस्तों, कविता अच्छी तरह से पढ़ो और समझो. आज के लिए इतना ही. धन्यवाद.